വളരെ മിനിമലായിട്ടുള്ള ഒരു എക്സിസ്റ്റിംഗ് ഹൗസിനെ മാറ്റിയിട്ട് പുതുതായിട്ട് അതിലും മിനിമലായിട്ട് ഒരു വീട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഷറാജിക്ക ശരിക്കും അപ്രോച്ച് ചെയ്യുന്നത്. ആക്ച്വലി ഈ പ്ലോട്ട് നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ലെവൽ എന്ന് പറയുന്നത് റോഡ് ലെവലിൽ നിന്ന് കുറച്ച് ഡൗൺ ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പ്ലോട്ട് ലെവൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഇറങ്ങി വരുന്ന റാമ്പിൻ്റെ ഇടതുവശത്തും വലതുവശത്തുമായിട്ട് നമ്മളൊരു സ്പേസ് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു സ്പേസിനെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈവനിങ്ങിലൊക്കെ ഒന്ന് പോയിരിക്കാൻ പറ്റുന്ന സ്പേസ് ആക്കിയിട്ട് അതിനെ ക്രിയേറ്റ് ചെയ്യാം. ദെൻ ഒരു വാക്ക് വേ പോലെയുള്ളൊരു രൂപത്തിലേക്ക് അതിനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു വിശാലമായിട്ടുള്ള ഒരു മുറ്റം, അതിന് ആപ്റ്റായിട്ടുള്ളൊരു എലിവേഷൻ, ഇതൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. മുറ്റത്ത് നിലവിലുണ്ടായിരുന്ന ഒരു എക്സിസ്റ്റിംഗ് ട്രീ നമ്മൾ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. അതിൽ നമ്മൾ പിന്നെ ഈവനിങ്ങിലൊക്കെ ഇരിക്കാൻ പറ്റുന്നൊരു സ്പേസായിട്ട് നമ്മളതിൻ്റെ ഒരു ചുറ്റുമതിലൊക്കെ കൊടുത്തിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു സ്പേസായിട്ട് നമ്മളതിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റീരിയറിൽ നമ്മൾ ആഡ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് വെർട്ടിക്കലായിട്ടുള്ള കുറച്ച് ഗ്രൂവ്സ് മാത്രമാണ്. ബാക്കി ഒരു എലമെൻറ്റും എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എലമെൻറ്റും ഇതിനെ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ വെർട്ടിക്കൽ ലൈനിന് മുന്നിലായിട്ട് ഒരു കലാത്തിയ ലൂട്ടിയ പോലത്തെ ഒരു പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീലിംഗ് ഒന്നുകൂടെ ഇരട്ടിയാക്കാൻ പറ്റും എന്നുള്ള ഒരു ഫീലിങ്സ് ഉണ്ടായി. അതുകൊണ്ടാണ് അവിടെ മുന്നിൽ കുറച്ചുകൂടെ പ്ലാന്റ്സ് ഒക്കെ കാണിച്ചിട്ട് ആ വെർട്ടിക്കൽ ലൈനിനെ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്തത്. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ശരിക്ക് നമ്മൾ ഒരുപാട് ടോൺസോ കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഏറ്റവും മിനിമലായിട്ടുള്ള ടോൺസ്, ഒരു ഗ്രേ ആൻഡ് വൈറ്റ് ടോണിലാണ് കംപ്ലീറ്റ് ഡിസൈൻ പോയിട്ടുള്ളത്. ചിലയിടങ്ങളിലൊക്കെ നമ്മളൊരു വുഡൻ കോൺസെപ്റ്റ് കൊണ്ടുവന്നു. അതിൻ്റെ ഭംഗിയൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് ഏരിയകളിൽ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ഒരു മിനിമൽ കോൺസെപ്റ്റിലുള്ള കളേഴ്സ് ആൻഡ് ഡിസൈൻസാണ് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത്. ഈ ലിവിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, നമുക്കൊരു സിറ്റിങ്ങിന് പകരം ഒരു പാറ്റിയോനോട് അറ്റാച്ച് ചെയ്തിട്ട് നമുക്കൊരു പുറമേ ഇരിക്കുന്ന ഫീൽ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു കോർട്ട്യാർഡ് സ്പേസ്, ഒന്നുകൂടെ ഒരു നാച്ചുറാലിറ്റി, എയർ സർക്കുലേഷൻ ആൻഡ് നാച്ചുറൽ വെന്റിലേഷനൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോർട്ട്യാർഡ് സ്പേസ് നമ്മുടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഫീലാണ് ശരിക്കും ഈ വീടിന് കൊടുക്കുന്നത്. ലിവിങ്ങിൽ കൊടുത്തിട്ടുള്ള ഒരു സിഗ്സാഗ് വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ രണ്ട് സൈഡിലുള്ള വാളുകളിൽ കൊടുത്തിട്ടുള്ള ഒരു RR ക്ലാഡിങ്, റസ്റ്റിക് ഫീലുള്ള ഒരു RR ക്ലാഡിങ്, അതിൻ്റെ ഒരു കോർട്ട്യാർഡെല്ലാം അടങ്ങിയിട്ടുള്ളൊരു സ്പേസ് ശരിക്കും ലിവിങ്ങിനെ വല്ലാത്ത ഒരു ഫീലിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ, ഫോയറിൽ നിന്ന് എൻ്റർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ് നമ്മുടെ സ്റ്റെയറിനെ ഏറ്റവും മിനിമലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിന് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ഡൈനിങ് ഏരിയ ആൻഡ് ഫാമിലി ലിവിങ്, ദെൻ ഒരു ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പേസ് ഇങ്ങനെ ഒരു ഓപ്പൺ ഏരിയ ആക്കി കൊടുക്കാനുള്ള കാരണം, ഒരു ഓപ്പൺ കോൺസെപ്റ്റിൽ കൊടുക്കാനുള്ള കാരണം, വീടിന് എപ്പോഴും ഒരു നമ്മൾ എൻ്റർ ചെയ്യുന്ന ഏരിയ എത്രത്തോളം ഓപ്പൺ ആക്കി ചെയ്യുന്നു അത്രത്തോളം നമുക്കതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ വല്ലാത്ത ഫീലിലേക്ക് നമുക്കതിനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. ഇതൊരു 5 BHK ഹോമാണ്. ഇപ്പോൾ ബെഡ്റൂമിൻ്റെ കാര്യം വരുമ്പോൾ ശരിക്ക് ഏറ്റവും മിനിമലായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് നമ്മുടെ എക്സ്റ്റീരിയർ എന്ന പോലെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ മാക്സിമം ബെഡ്റൂം ആയാലും കോമൺ ഏരിയയിലും മാക്സിമം നാച്ചുറൽ വെന്റിലേഷൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ശരിക്കും ഈ വീട് പിന്നെ ഹൗസ് വാമിങ് കഴിഞ്ഞ സമയത്ത് വീട് കണ്ടിട്ട് പല ആളുകൾ വിളിച്ചു. അപ്പോൾ അവരൊക്കെ വീട് കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങളാണ് വീടിനെക്കുറിച്ച് പറഞ്ഞത്. ശരിക്കും അത് കേൾക്കുമ്പോൾ ഐ ആം റിയലി ഹാപ്പി.